സ്റ്റാർട്ട് ചെയ്തതേ 2017 ലാസ്റ്റ് 2018 കാലഘട്ടങ്ങളിലാണ്. സോ നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് നമുക്ക് OTP വരും. അപ്പോൾ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക, അപ്പോൾ നമ്മുടെ OTP വരും. എൻ്റെ കൈയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഞാൻ എടുക്കുന്നതിൻ്റെ ഒരു കറക്റ്റ് അല്ലാത്തതുകൊണ്ടാട്ടെ കാണുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കിയാൽ കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമസ്കാരം. മൂഞ്ചി ഗോഡ്നസ് എന്ന് തന്നെ പറയേണ്ടി വരും. മൂൺ ഗോഡസ് എന്ന് പറയുന്ന ഒരു ബൊട്ടേക്ക് ആകെ മൊത്തം തേഞ്ഞൊട്ടിയിരിക്കാൻ സുഹൃത്തുക്കളെ. വർഷങ്ങൾ കൊണ്ട് ഒരുപാട് പേരെ പറ്റിച്ച് കോടിക്കണക്കിന് രൂപ അവരുണ്ടാക്കിയെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം റീസെൻ്റ്ലി ഞാൻ ഒരു വീഡിയോ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 പ്ലാറ്റ്ഫോമിൽ ഞാൻ വീഡിയോസ് ഇട്ടപ്പോഴും വ്യത്യസ്തമായ ആൾക്കാർ വന്നിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് കമൻറ്റ് ചെയ്യുകയാണ്. എന്ത്, ഞാൻ 2024 ഡ്രസ്സ് ഓർഡർ ചെയ്ത് കിട്ടിയില്ല, 2023 ഓർഡർ ചെയ്ത് കിട്ടിയില്ല, 2025 ഓർഡർ ചെയ്ത് കിട്ടിയില്ല. ഇങ്ങനെ പല വർഷങ്ങളിലും ഓർഡർ ചെയ്തിട്ട് കിട്ടാത്ത ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇപ്പോൾ കമന്റ് ബോക്സുകളിൽ നിരന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ കമന്റ് ബോക്സിലൊന്നും നടക്കത്തില്ല, കാരണം ഇവരുടെ കമന്റ് ബോക്സ് ഓഫാണ്. അല്ലെങ്കിൽ അവിടെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ അടപടലം അവർ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാരെ. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. അപ്പൊ ഇപ്പൊ മെഴുകിക്കൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ റീസെന്റ് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇട്ടതിന് ശേഷം ഇവർ അടപടലം തേഞ്ഞൊട്ടി എന്ന് തന്നെ പറയാം. ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ അതൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദൃശ്യ എന്ന് പറയുന്ന ഒരു കസ്റ്റമറിനുണ്ടായിട്ടുള്ള ഒരു മോശം അനുഭവം, അത് റിലേറ്റ് ചെയ്തിട്ട് അവർ കൺസ്യൂമർ കോർട്ടിൽ കേസ് കൊടുത്തതും അതിനെ തുടർന്നിട്ട് ജഡ്ജ്മെന്റ് വന്നതിനെയൊക്കെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ജഡ്ജ്മെന്റിൽ അവർക്ക് 10,000 രൂപയോളം നഷ്ടപരിഹാരം കൊടുക്കാനായിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ് വന്നിട്ടുള്ളത്. 807 രൂപ ഡെലിവറി ചാർജും GST ഉൾപ്പെടെ ഡ്രസ്സ് ഓർഡർ ചെയ്ത് 1 വർഷം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞിട്ട് കിട്ടാണ്ട് വന്നപ്പോൾ അവർ കേസ് ഫയൽ ചെയ്തു. കേസ് ഫയൽ ചെയ്ത സ്പോട്ടിൽ തന്നെ ഡ്രസ്സ് വീട്ടിലേക്ക് അയച്ചപ്പോൾ അവർ കൈപ്പറ്റിയില്ല. ഇനി ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് ആ ലേഡി ഫൈറ്റ് ചെയ്യുകയും ജഡ്ജ്മെന്റ് വരികയും നഷ്ടപരിഹാരം കൊടുക്കാനായിട്ടുള്ള സെറ്റപ്പായി. അപ്പോൾ കുറെ പേർക്ക് എങ്ങനെയാണ് കേസും കാര്യങ്ങളും കൊടുക്കേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് കാണും. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ അതെങ്ങനെയാണെന്നും കൂടി ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഓക്കെ, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏതൊരു ബൊട്ടിക്കിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്ന് ഇതുപോലെ സാധനങ്ങൾ ഓർഡർ ചെയ്ത് പറ്റിക്കപ്പെട്ടവരാണെങ്കിൽ ഉറപ്പായിട്ടും കേസ് ഫയൽ ചെയ്യുക. നിങ്ങൾക്ക് 110% നീതി ലഭിക്കും. നിങ്ങൾക്ക് ചിലവായ തുകയും കോടതിപരമായിട്ട് ചിലവാകുന്നതും അതിന്റെ പലിശയും എല്ലാം കൂടി ചേർത്ത് നഷ്ടപരിഹാരം അടക്കം നല്ലൊരു എമൗണ്ട് കിട്ടുന്നതായിരിക്കും. ഇനി മൂൺ ഗോഡസിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്കെതിരെ ഓരോരുത്തർ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10,000 രൂപയുള്ളൂ, ഇത്രയേ ഉള്ളൂ വില, വലിയ വിഷയം കാണൂല. കാരണം നാട്ടുകാരെ പറ്റിച്ച് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി. പക്ഷെ ഇതുപോലെ പറ്റിക്കപ്പെട്ടവരെല്ലാവരും കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവർ മൂഞ്ചും. അതെങ്ങനെയാണെന്നല്ലേ? അപ്പൊ എല്ലാവർക്കും ഇതുപോലെ നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട് കോടതി ഉത്തരവിടുമ്പോൾ പിന്നെ ഇവരെല്ലാവർക്കും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അങ്ങനെ ഈ ഉണ്ടാക്കിയ സമ്പാദ്യവും അതിന്റെ പലിശയും ചേർത്ത് ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കേണ്ടി ഒരു സിറ്റുവേഷൻ വരും. അങ്ങനെ വരുമ്പോൾ ഇവർ തേഞ്ഞൊട്ടും. അത് അവർക്ക് തന്നെ മനസ്സിലായി. ഇനി എന്തായാലും കേസ് കൊടുക്കാൻ അറിയാത്തവർക്ക് എങ്ങനെയാണെന്ന് ഞാൻ ലാസ്റ്റ് ഞാൻ അറ്റാച്ച് ചെയ്യാം. അതിനു മുന്നേ ഇവരുടെ ഒരു മെഴുകൽ വീഡിയോ 2 days ബാക്ക് ഇവർ ഇട്ടിട്ടുണ്ട്. അടപടലം തേഞ്ഞൊട്ടിയെന്ന് മനസ്സിലാക്കിയ മൂൺ ഗോഡസിലെ അനിത ചേച്ചി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ചേച്ചിയുടെ വീഡിയോ കണ്ടുകൊണ്ട് ആരംഭിക്കാം. ഓ ഹായ്. ദോശ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചേ, ഇന്ന് ഞാനിങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നിങ്ങളോട് സംസാരിച്ചിട്ട് കുറേ നാളായി. അതെ, ഇപ്പൊ മൂഞ്ചി തുപ്പി ഇരിക്കുന്നതുകൊണ്ട് ഇനി നിങ്ങളോടൊക്കെ സംസാരിച്ചിട്ട് ഞാൻ കുറേ നാളായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറ്റിക്കാം. നാണമില്ലേ നിനക്ക് ചേച്ചി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനെ മൂഞ്ചിച്ച് കാശുണ്ടാക്കി നീ നിന്റെ കുടുംബം തിന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ഉതവുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് റിട്ടേൺ അടിച്ച് വരും. നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ കാശിന് നീ കണക്ക് പറയേണ്ടി വരും. ഇത് അല്ലറ ചില്ലറ പൈസയൊന്നുമില്ല. എല്ലാവരെയും 300, 400, 500, 1000 ഒക്കെ വെച്ച് 1500, 2000 ഒക്കെ വെച്ചിട്ട് നല്ലപോലെ നാട്ടുകാരെ പറ്റിച്ച് കാശുണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഒരു 100 പേര് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 99 പേർക്ക് കൊടുക്കില്ല, അല്ലെങ്കിൽ 90 പേർക്ക് കൊടുക്കത്തില്ല, ഒരു 10 പേർക്ക് അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഈ 10 പേർക്ക് കൊടുക്കുമ്പോൾ അവർ റിവ്യൂ ഇട്ടിട്ടുള്ള യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. പക്ഷെ 90 പേർക്ക് കിട്ടാതില്ല. അത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് കിട്ടാതെ വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരങ്ങ് വിടും. ആ പോട്ട് 1000 രൂപയല്ലേ എന്ന് പറഞ്ഞു വിടും. അങ്ങനെ വിട്ട് പോയവരെ വെച്ചിട്ട് കോടിക്കണക്കിന് രൂപ ഈ പറയുന്ന അനിതയും മൂൺ ഗോഡസ് ടീമും ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു സ്ത്രീ നേരെ പോരാടി നിയമത്തിന്റെ വശത്തോടി പോരാടി അവർക്ക് നീതി ലഭിച്ചു. അതുപോലെ എല്ലാവരും പോരാടി കഴിഞ്ഞാൽ, നിങ്ങളുടെ സമയം മാറ്റിവെച്ച് പോരാടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നഷ്ടപരിഹാരം ഉൾപ്പെടെ കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പോരാടുക, അവസാനം നീതി ലഭിക്കും. പിന്നെ സൂപ്പറായിട്ട് നിങ്ങൾക്ക്
ഇവരെ തേച്ചൊട്ടിക്കാം. ഇവർ മാത്രമല്ല, ഫാത്തീസ് ഡിസൈൻ, ഇങ്ങനെ കുറേ ഡിസൈൻസ് ഉണ്ട് തുടങ്ങി വെച്ചിട്ട് നാട്ടുകാരെ പറ്റിക്കുന്ന ബൊട്ടീക്കുകൾ. എല്ലാവരും അങ്ങനെ ആണെന്നല്ല കേട്ടോ പറയുന്നത്, ജെന്യൂനായിട്ട് നടത്തുന്നവരുണ്ട്. പക്ഷെ പറ്റിക്കുന്നൊക്കെ ഒരുപാട് പേര് കൂടുതലാണ്. അപ്പൊ ഇതുപോലെ ഉള്ളവരെയൊക്കെ ഉടായ്പകളെ വലിച്ചു കീറി ഒട്ടിച്ച് പൊളിച്ചടുക്കി കഴിഞ്ഞാൽ നാളെ ഈ ഉടായ്പ സാധനങ്ങളൊക്കെ അവിടെ അങ്ങ് നിൽക്കും. ഓക്കെ, അപ്പൊ ബാക്കി അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് സംസാരിക്കാം. സംസാരിക്കല്ലേ. അപ്പം മൂൺ ഗോഡസ് സ്റ്റാർട്ട് ചെയ്തതേ 2017 ലാസ്റ്റ് 2018 കാലഘട്ടങ്ങളിലാണ്. മൂൺ ഗോഡസിനെ എല്ലാവരും അറിയുന്നത് 2020 കോവിഡിന്റെ സമയത്താണ്. ആയിക്കോട്ടെ. അപ്പം അത് മുതൽ ഇന്നേ വരെ മൂൺ ഗോഡസിനെ സ്നേഹിച്ച എല്ലാ കസ്റ്റമേഴ്സിനും ഒത്തിരി നന്ദി. സ്നേഹം തേനല്ല, മോഹം തേനല്ല, കണ്ണീരും കൈലേസുമല്ല, സ്നേഹം വാരിക്കൊരയും കൊടുക്കുകയാണ്. ഇതിപ്പോ അനിത ചേച്ചി മൂഞ്ചിരിക്കുകയാണ്. ആ സ്ഥിതിക്ക് ഇനി എങ്ങനെയെങ്കിലും ഒന്ന് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ചേച്ചി ഉരുളാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ഇട്ടിട്ടുള്ളത്. ഇത് കണ്ട് മയങ്ങി ഡ്രസ്സ് കിട്ടുമെന്ന് പറഞ്ഞ് 2 വർഷം കൊണ്ട് കാത്തിരിക്കുന്നവർ ഇനിയും കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളെ ചതിച്ചു വഞ്ചിച്ചു. എനിക്ക് പറയാനുള്ളത്, കേസ് കൊടുക്കുക, ഓരോരുത്തരും കേസ് കൊടുക്കുക. ഇവരിൽ നിന്നും പറ്റിക്കപ്പെട്ടിട്ടുള്ള ഓരോരുത്തരും കോടതി മുഖേന കൺസ്യൂമർ കോർട്ട് വഴി മൂവ് ചെയ്ത് നഷ്ടപരിഹാരം വാങ്ങിയെടുക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇവരെ പോലെയുള്ള ഉടായ്പകളെ നമ്മൾ പൊളിച്ചെടുക്കണം. പക്കാ ഫ്രോഡുകളാണ്, നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്ന. ഇടയ്ക്ക് ഇവരുമായി ബന്ധപ്പെട്ടിട്ട് കേസ് വരെ ആയതാണ്. ഒരുപാട് പേര് ഒത്തുചേർന്ന് കേസൊക്കെ കൊടുത്തതാണ്, ഒന്നും അല്ലാണ്ട് പോയി. പക്ഷെ നിങ്ങൾ കോടതി വഴി മൂവ് ചെയ്യണം. ഓക്കെ, അങ്ങനെ വരുമ്പം ഇവളുമാരുടെ ഉടായ്പകളും മൂഞ്ചും, നഷ്ടപരിഹാരം തരേണ്ടി വരും, അല്ലെങ്കിൽ അറസ്റ്റ് വാറണ്ടൊക്കെ പോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നുണ്ട്. ഇവള് തേഞ്ഞൊട്ടും. ഇവള് പോലെ ഉടായ്പകളായിട്ടുള്ള എല്ലാവർക്കും എതിരെ നിങ്ങൾ പരാതി കൊടുക്കണം. ഓക്കെ, പരാതി കൊടുക്കുമ്പോൾ ഇവളുമാർ നേരെ ഇങ്ങോട്ട് ഡ്രസ്സ് അയക്കും. ഇത്രയും വർഷം നീണ്ട് അയക്കാത്ത സാധനം അപ്പോഴും കൊണ്ടങ്ങ് അയക്കും. അപ്പോഴേ കൈപ്പറ്റി പോകരുത്. നിങ്ങൾ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെ പോയാൽ മാത്രമേ ഇതുപോലുള്ള ഉടായ്പകളൊക്കെ പൊളിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. കേട്ടാ? ഒരിക്കലും ഏറ്റവും വലിയ ബ്രാൻഡ് ആകാനൊന്നും ശ്രമിച്ചിട്ടില്ല. അയ്യോ അച്ചോടാ, ആ സമയത്ത് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നു, നാട്ടുകാരെ പറ്റിക്കുക. അല്ലേ? അതല്ലേ ഒരേ ഒരു ലക്ഷ്യം, വേറെ ലക്ഷ്യമൊന്നുമില്ല. എങ്ങനെയെങ്കിലും നാട്ടുകാരെ മൂഞ്ചിച്ച് ഒരു ബ്രാൻഡായി മാറുക, അതായിരുന്നു ലക്ഷ്യം. അല്ല, വേറെ ലക്ഷ്യമൊന്നുമില്ല. ബ്രാൻഡ് ആകണം എന്നുള്ളൊരു ലക്ഷ്യമൊന്നുമില്ലായിരുന്നു. നാട്ടുകാരെ എങ്ങനെയെങ്കിലും പറ്റിച്ച് അതിലൊരു ബ്രാൻഡ് എടുത്ത് അതിൽ സെറ്റ് ആവണം എന്നുള്ളൊരു മൈൻഡ് മാത്രമേ മൂൺ ഗോഡസിന് ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും റേറ്റ് കുറവില് ഏറ്റവും നല്ല ഡ്രസ്സ് കൊടുക്കുക എന്നുള്ളത്. അതെ, അതിന് നിങ്ങളിൽ ഓർഡർ ചെയ്ത് എത്ര പേർക്കാണ് ഇതുവരെ ഡ്രസ്സ് കിട്ടിയിട്ടുള്ളത് ഒന്ന് പറയാവോ? ഏറ്റവും നല്ല കുറഞ്ഞ റേറ്റിൽ ഏറ്റവും നല്ല ഡ്രസ്സ് കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം. പക്ഷേ ഏറ്റവും കുറഞ്ഞ റേറ്റ് ആയാലും ഡ്രസ്സ് ആർക്കും കിട്ടുന്ന ചരിത്രം വളരെ കുറവാണ്. 100 പേരിൽ 90 പേർക്കും കിട്ടത്തില്ല. ഇതാണ് മൂൺ ഗോഡസിന്റെ ഒരു അജണ്ട. അങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് കോടികൾ ഉണ്ടാക്കിയവർ. എന്നിട്ട് ഇവരെയൊക്കെ നമ്പി വീണ്ടും 4 മില്യൺ ഫോളോവേഴ്സിന് പുറത്താണ് ഇവർക്കുള്ളത്. എന്തിനാണ് ഈ വിഡ്ഢികളായ നാട്ടുകാർ വീണ്ടും ഇവളെയൊക്കെ ഫോളോ ചെയ്ത് വെച്ചേക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും ഫ്രോഡുകളായിട്ടുള്ളതിനൊക്കെ ഫോളോ ചെയ്ത് എന്തിനാണ് നിങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്? എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് കൊടുക്കുക എന്നുള്ളത്, അതിന് തക്കതായ കാരണങ്ങൾ എനിക്കുണ്ടായിരുന്നു. ആയിക്കോട്ടെ. അപ്പൊ ആ തീരുമാനത്തിന് ഒത്തിരി പേര് നമ്മള് സ്നേഹത്തോടെ കൂടെ കൂട്ടി വിമർശിച്ചു. ആ വിമർശിച്ചതില് കുറെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായിരുന്നു, കുറെയൊക്കെ വൈറൽ ആവാൻ വേണ്ടിയിട്ട് ചെയ്തതുണ്ടായിരുന്നു. അതെ, നമുക്ക് മറ്റേ തലകൂടി ലോറി ഓടയല്ലേ, നിന്റെയൊക്കെ ഉടായ്പകളാണ് വലിച്ചൂരി ഒട്ടിച്ചിട്ടുള്ളത്. ജഡ്ജ്മെന്റ് അടക്കം കയ്യിൽ വന്നു, പേയ്മെന്റ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് അടക്കം ആൾക്കാർ അയച്ചു വന്നു. പിന്നെ ഇനി എന്തോന്നാണ് വൈറലാവാൻ? നട്ടാ കുറിക്കാത്ത നുണ പറയുന്നത് നിനക്കൊന്നും നാണമില്ലേ? നാട്ടുകാരെ പറ്റിച്ച് മൂഞ്ചിച്ച് ജീവിച്ചതും പോരാഞ്ഞിട്ട് വന്നിട്ട് കുറെ പേര് വൈറലാവാൻ വേണ്ടി ചെയ്തത്. എന്ത് വൈറലാവാൻ വേണ്ടി? നീ ഡ്രസ്സ് കൊടുക്കാത്ത എത്ര പേര് കമന്റ് ബോക്സുകളിൽ കമന്റ് ചെയ്യുന്നുണ്ട്, ജെന്യുവൻ അക്കൗണ്ടുകളിൽ നിന്ന്. നീ എന്റെ കമന്റ് ബോക്സ് ചെക്ക് ചെയ്യ്, എന്റെ ഇൻസ്റ്റയിലെ കമന്റ് ബോക്സ് ചെക്ക് ചെയ്യ്. എത്രയോ പേരുകൾ നിന്റെ വീഡിയോയിൽ മാത്രം വരത്തില്ല, അത് നീ ഡിലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ കമന്റ് ബോക്സ് ഓഫ് ചെയ്യും. ഇതെന്തെങ്കിലുമാണ് നീ ചെയ്യുന്നത്. നീ പറ്റിച്ച് കോടികൾ ഉണ്ടാക്കിയതിന്റെ കണക്കുകൾ ഇനിയിപ്പോ പുറത്ത് വരും. മൂൺ ഗോഡസേ, അനിതേ, നീ മൂഞ്ചും ഉള്ള കാര്യം ഞാൻ പറയാം. എന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടില്ല എന്നാ വിടാം, അത് മൈൻഡ് ആക്കാൻ പോവാറില്ല. എന്നിട്ട് പക്ഷെ അതൊക്കെ മൈൻഡ് ആക്കണമായിരുന്നെന്നും എല്ലാത്തിന്റെയും പിന്നാലെ പോയി അതിന് മറുപടി കൊടുക്കണമെന്നുള്ളതും ഞാൻ അത്രയ്ക്ക് അതിനന്ന് എടുത്തില്ല. പിന്നെ കുറച്ച് ദിവസം മുന്നേ ഞാനൊരു സംസാരത്തിന്റെ ഇടയിൽ കേട്ട കാര്യമാണ്. അതായത് ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വീഡിയോ വൈറൽ ആവാനായിട്ട് മൂൺ ഗോഡസ് എന്നൊരു ഡ്രസ്സ് വാങ്ങി അതിന്റെ വീഡിയോ ചെയ്താൽ മതി, വെറുതെ ഒരു വീഡിയോ ചെയ്താൽ മതി. അത് ശരിയാണോ തെറ്റാണോന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ആണ്, ശരിയാണോ തെറ്റാണോ നമുക്ക് അറിയത്തില്ലേ? മോളുടെ കമന്റ് ബോക്സ് മോളൊന്ന് ഓണാക്കിയിട്ട് ഡിലീറ്റ് ചെയ്യാതിരുന്നേ, അപ്പൊ കാണാം നാട്ടുകാരെ പറ്റിച്ച് എത്രത്തോളം നീ കോടി ഉണ്ടാക്കിയെന്ന്. ഓക്കെ,
അയ്യോ ശനിയാണ് തെറ്റാണ് നാട്ടുകാരെ പറ്റിച്ച് കാശ് ഉണ്ടാക്കുന്ന എന്നിട്ട് വന്നിട്ട് മെഴുകാണ്. മൂൺ ഗോഡസിന്റെ പേര് എന്ന് പറയുന്നത് ആളുകള് ഒത്തിരി ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളത്. പിന്നെ ഇപ്പോഴും എന്താ പറയാ, ഇപ്പോ ഒരു സമയത്ത് 2024 സമയത്ത് എൻ്റെ മകന് വന്ന ഒരു പ്രശ്നം, അതായത് ഹെഡ് ഇഞ്ചുറി, അതുപോലെ 2024 ലാസ്റ്റില് എൻ്റെ അമ്മയ്ക്ക് വൈകായിക വന്നതും. ഇത് അങ്ങനെ വന്നതാണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ നാട്ടുകാരുടെ ശാപം കുറേ ഉണ്ട്. ഒന്ന് ഒരു കണിയാനെ വിളിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നാട്ടുകാരുടെ ശാപം ഒരുപാടുണ്ട്, കാരണം അത്രയ്ക്ക് നീ വഞ്ചിച്ചിട്ടുണ്ട്, പറ്റിച്ചിട്ടുണ്ട്, നാട്ടുകാരെ പറ്റിച്ച് കോടികൾ ഉണ്ടാക്കി. അതിന്റെ ശാപം തന്നെ കേൾക്കാതിരിക്കത്തില്ല. സൂക്ഷിച്ചൊക്കെ നടാ, എനിക്കത് പറയണമെന്ന് തോന്നി. 2025 അവരുടെ മരണവും ഈ 2 കാലം എൻ്റെ ശ്രദ്ധ ഒന്ന് മാറ്റിയപ്പോ എന്താ പറയാ, ഞങ്ങള് നമ്മുടെ സിസ്റ്റത്തില് മാനേജ്മെന്റില് ഒത്തിരി വീഴ്ചകൾ സംഭവിച്ചു. വീഴ്ചകൾ സംഭവിച്ചു. എന്നാൽ കേസ് കൊടുക്കുമ്പോൾ മാത്രം കറക്റ്റായിട്ട് തുണി എടുത്ത് അയച്ചു കൊടുക്കുമ്പോൾ നിനക്ക് വീഴ്ച സംഭവിക്കൂലേ അനിതേ? അതുവരെ നിനക്ക് വീഴ്ച ഭയങ്കര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. കേസ് കൊടുത്ത ഉടനെ സ്പോട്ടിൽ അയക്കാൻ തുടങ്ങി. അതെന്താടേ, ആ വീഴ്ച ഉടനെ മാറുമോ? അതുവരെ അവർ പിറകെ കിടന്ന് കെഞ്ചി ചോദിച്ചാൽ റിപ്ലൈ കൊടുക്കത്തില്ല. ഇനി റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം വരും, നാളെ വരും, 2 വർഷം കഴിഞ്ഞ് വരും എന്ന് കിടന്ന് മെഴുകും. കസ്റ്റമേഴ്സ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവളുമാർ, നിന്റെ ആൾക്കാർ മാന്യമായിട്ട് പെരുമാറത്ത് പോലുമില്ല. അങ്ങനെയുള്ള നിന്റെ അടുത്തൊക്കെ കേസ് നിനക്കെതിരെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം വരും സാധനം. ഇതാ എത്തി നിങ്ങളുടെ സാധനം, വീട്ടുനടയിൽ നിൽക്കുന്നു. അപ്പം നിനക്കൊക്കെ വരും. കാശ് നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കുന്ന പോലെ വന്നിരുന്ന് മെഴുകണം. നമ്മുടെ ഫാക്ടറിയിൽ ഒരു പ്രോബ്ലം സംഭവിച്ചു. അപ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടത് കസ്റ്റമേഴ്സാണ്. അതിന്റെ ഉത്തരവാദിത്വം ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഞാൻ ഏറ്റെടുക്കുകയും ചെയ്തു. അതായത് അതിൽ മുൻകൂട്ടി തുടങ്ങുമ്പോൾ എൻ്റെ വിഷൻ എന്തായിരുന്നോ, അതായത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും ബെസ്റ്റ് ഡ്രസ് കസ്റ്റമറിന് കൊടുക്കണം എന്നുള്ളതായിരുന്നു. വില കൂട്ടി ഓക്കെ, നല്ല ആഗ്രഹമായിരുന്നു. പക്ഷെ ഡ്രസ്സ് നീ ആർക്കെങ്കിലും കൊടുക്കാറുണ്ടോ? എനിക്കത് ചോദിക്കാനുള്ളൂ. ഡ്രസ്സ് പോലും കൊടുക്കാറില്ല. കുറച്ച് വില കൂട്ടിയാലും പറയുന്ന സാധനം ഒന്ന് എത്തിക്കും നാട്ടുകാർക്ക്. അല്ലാതെ അവരെ പൈസ വാങ്ങിച്ച് മൂഞ്ചിച്ച് സ്വന്തം അണ്ണാക്കിലോട്ട് ഇട്ടോണ്ടിരിക്കാണ്ട് ഓർഡർ ചെയ്യുന്നവർക്ക് സാധനം കൊടുക്കാൻ നോക്ക്. വെച്ചിട്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നതും അതുപോലെ തന്നെ വില കൂട്ടി ഒരു 600-700% ഒക്കെ ലാഭം വിട്ട് വിൽക്കുന്നതും സത്യം പറഞ്ഞാൽ ഈസിയാണ്. ഒരു ദിവസം ഒരു പ്രൊഡക്റ്റ് പോയാൽ മതി. പക്ഷേ എന്താ പറയാ, അത്രയും റേറ്റ് കുറവില്ല, അത്രയും റിസ്ക് എടുത്ത് അത് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം അതെ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, നാട്ടുകാരെ നിന്ന് പൈസ ഇങ്ങോട്ട് അവർ അയച്ചു തരും. പിന്നെ അവർ മറ്റേ കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കണം. മറ്റേ ജനിക്കുമ്പോൾ ജന്മദിനത്തിന് വാങ്ങിച്ചതാണെങ്കിൽ പൊലവളി അടിയന്തരമായാലും നിന്റെ സാധനം കിട്ടത്തില്ല. ഇതാണ് അവസ്ഥ. ഉടായ്പകൾ, വീണ്ടും ഫ്രോഡ് പരിപാടി ഇറക്കണം. ഇതൊക്കെ കണ്ട് വിശ്വസിക്കാൻ മാത്രം പൊട്ടരായിട്ടുള്ള കുറെ അന്തങ്ങൾ ഇവളെയൊക്കെ വിശ്വസിച്ച് നടക്കുന്ന കുറെ എണ്ണം ഉണ്ട്. ഇവളെ ഇപ്പോഴും ഫോളോ ചെയ്ത് വെച്ചിട്ടുള്ള കുറെ എണ്ണം. അൺഫോളോ ചെയ്യടേ. നിങ്ങളെപ്പോലുള്ള കുറെ വിഡ്ഢികളായിട്ടുള്ള ജനങ്ങൾ ഇതിനെയൊക്കെ ഫോളോ ചെയ്ത് വെച്ചത് കാരണമാണ് ഇതൊക്കെ ഇങ്ങനെ കുന്തളിപ്പുകൾ കാണിച്ച് നാട്ടുകാർ പറ്റിച്ച് ജീവിക്കുന്നത്. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും കേട്ടിട്ടും ഇത്രയും വിലക്കുറവിന് കൊടുക്കുന്നതുകൊണ്ട് ഇത്രയും ശത്രുക്കൾ ഉണ്ടാക്കി വെച്ചേക്കണേ, ഇത്രയും കേട്ടിട്ടും നിനക്കൊന്ന് നന്നായിക്കൂടെ, വിലയിട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തോ ഞാൻ എന്ത് വിഷന്റെ പേരിലാണോ അത് തുടങ്ങിയത്, അത് മാറ്റാനായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇന്ന് എന്താ പറയാ, ഞങ്ങള് ഇപ്പോ ഞങ്ങളുടെ സിസ്റ്റം മാനേജ്മെന്റ് എല്ലാം ഇങ്ങനെ റെഡിയാക്കി വരികയാണ്. പൈസ അങ്ങോട്ട് കയറുമ്പോൾ നിന്റെ സിസ്റ്റത്തിനും മാനേജ്മെന്റിനും ഒരു കുഴപ്പമില്ലല്ലോ. തള്ളിയും മറുകയുമാണ്. പൈസ അങ്ങോട്ട് വാങ്ങാൻ മാത്രം സിസ്റ്റത്തിന് ഒരു കുഴപ്പമില്ല. അല്ലാത്ത സിസ്റ്റത്തിന് ഭയങ്കര കുഴപ്പം. എന്നിട്ട് അവർ കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ സിസ്റ്റം ഉടനെ വർക്കാവും, ഉടനെ സാധനം അയക്കും. നീ മറ്റേ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ പോയി പറ്റിക്കാൻ ശ്രമിച്ചു നോക്ക്. അവർ പോലും പറ്റിക്കപ്പെടൂല. ശ്രമിച്ചു നോക്ക്. നമ്മൾ മറ്റേ പോങ്ങന്മാരല്ല, നമ്മൾ മറ്റേ തീട്ടമല്ല എടുത്ത് തിന്നുന്ന കോപ്പ്. തെറ്റ് എവിടെയാണോ സംഭവിച്ചത് അവിടെ നിന്ന് അത് തിരുത്തിക്കൊണ്ടുവരാണ്, ഓരോ ദിവസം കൂടുതൽ ശക്തമായിട്ട് തിരിച്ചു വരാനായിട്ട്. എന്തിനെന്നറിയാവോ? ഇനി ആരും കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും പറ്റിക്കപ്പെട്ട ഓരോ വ്യക്തികളും കേസ് കൊടുക്കുക. കേസ് കൊടുത്ത് നഷ്ടപരിഹാരം അടക്കം വാങ്ങുക. ഇവളെയൊക്കെ പൊട്ടിക്കും വേണ്ട, ഒരു കോപ്പും വേണ്ട, പൂട്ടുക. നാട്ടുകാരെ മുഞ്ചിച്ച് ജീവിക്കുന്നവർ എല്ലാത്തിനെയും പൂട്ടി അടവടലം തേച്ചൊട്ടിക്കുക. നിങ്ങള് പലരും വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇപ്പൊ മൂൺ ഗോഡസിൽ ഭയങ്കര സംഭവമായിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നും ഇല്ലാത്തത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് പെയിന്റിങ്സ് ആണ് സൈഡിലൂടെ മുഴുവൻ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ
അതുകൊണ്ടാണ് അങ്ങനെ. അപ്പൊ ഇത്രയും വേഗം തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഞങ്ങളെ വിശ്വസിച്ച ഓരോ കസ്റ്റമറിനും നന്ദി, വിമർശിച്ചവർക്കും നന്ദി. കാരണം അയ്യോ പതുക്കെ മെഴുകടേ, പതുക്കെ മെഴുക്. പെൻഡിങ്ങിലാണ് പോലും, പെൻഡിങ്ങിൽ കേസ് കൊടുക്കുമ്പോൾ പെൻഡിങ് ഉടനെ മാറി സാധനം വീട്ടുകടയിലെത്തും. അതെങ്ങനെയാണ് ആ പെൻഡിങ് ഒന്ന് മാറുന്നത്? എനിക്കൊന്ന് പറഞ്ഞു തരാമോ? ഉളുപ്പില്ലാത്ത ടീംസ്. റീഫണ്ട് അടിച്ചു വിടാ, പാവപ്പെട്ടവരെ പൈസ വാങ്ങിച്ച് മൂഞ്ചിച്ച് പറ്റി ജീവിക്കുന്ന നിനക്കൊക്കെ നാണമില്ല? എനിക്കൊക്കെ ഇല്ലെങ്കിൽ ഒരിക്കലും എന്താ പറയാ, നമുക്ക് ഒന്നും മെച്ചപ്പെടുത്താനായിട്ട് പറ്റില്ല. പക്ഷേ വൈറലാവാൻ വേണ്ടി ചെയ്ത വിമർശനങ്ങള് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അയ്യോ, നിന്റെ അംഗീകാരം കിട്ടിയിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് എംപ്ലോയ്മെന്റ് കൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ നിന്ന് വിളിക്കും ഗവൺമെന്റ് ജോലിക്ക്. നിന്റെ സർട്ടിഫിക്കറ്റിന് നമുക്ക് വേണം, വൈറലാവാൻ വേണ്ടി ആയത്. നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്ന നിനയൊക്കെ ഇപ്പോഴും ജയിലിലാവാണ്ട് എങ്ങനെ ഇങ്ങനെ ഇരിക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എല്ലാവരും പറ്റിക്കപ്പെട്ട എല്ലാവരും കേസ് കൊടുക്കുക. കേസ് കൊടുത്ത് കൺസ്യൂമർ കോർട്ട് വഴി മൂവ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടാനുള്ള നഷ്ടപരിഹാരം തുക അടക്കം വാങ്ങിയെടുക്കുക. എനിക്കതേ പറയാനുള്ളൂ. ഇത് എനിക്ക് പറ്റത്തില്ല, നിങ്ങൾക്കേ പറ്റത്തുള്ളൂ. പറ്റിക്കപ്പെട്ടവർക്കേ അത് പറ്റത്തുള്ളൂ. പിന്നെ മുൻഗോഡസിന്റെ യാത്ര എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നില്ല. ഒരു സാധനം കൊടുക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പൊ ഡെയിലി നമ്മുടെ അവിടെ തന്നെ ഒരു റേറ്റ് കുറച്ച് കൊടുക്കുന്ന കാര്യം നീ പറഞ്ഞല്ല. അതിന് നീ ആർക്ക് കൊടുക്കുന്നേ? ആർക്കാണ് സാധനം കൊടുക്കുന്നത്? അത് പറഞ്ഞു. റേറ്റ് കുറച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ആർക്ക് കൊടുക്കുന്നു? എന്തു കൊടുക്കുന്നു? തള്ളി മറിക്കുന്നു. 1000-2000 പ്രൊഡക്ട്സ് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കും ഇവർക്ക് എന്താ പ്രൊഡക്ട്സ് കിട്ടിയതെന്ന് പറഞ്ഞ് മെസ്സേജ് ഇടാട്ടെ എന്നൊക്കെ. ഇത് മുൻഗോഡസിന്റെ എല്ലാ തെറ്റുകളും തിരുത്തി ഏറ്റവും സൂപ്പറായിട്ട് തന്നെ വിലയൊന്നും കൂട്ടാണ്ട്. ഇപ്പൊ കുറെ പേര് വിചാരിക്കുന്നുണ്ടാവും, അയ്യോ മുൻഗോഡസ് എന്താ ഇപ്പൊ വേറെ പ്രൊഡക്ട്സ് ഒന്നും അങ്ങനെ ഇടാത്തത് എന്ന്. ഇടാത്ത വേറൊന്നും കൊണ്ടല്ല, പെയിന്റിങ്സ് അങ്ങനെ വേഗം ഒന്ന് തീർന്നു പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് ഇതാക്കുന്നത്. കാരണം മുൻഗോഡസ് ഗുജറാത്തിൽ വേറെ ഓഫീസും ഫാക്ടറിയും തുടങ്ങിയായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ കുറച്ച് ഇതിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വില കുറച്ച് തരാൻ പറ്റിയ അത്രയും നല്ലതെന്ന് ഞാൻ വിചാരിക്കണേ. അതും എല്ലാവരുടെ കയ്യിലെത്തുന്നേക്കാളും മുന്നേ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കുക. അതായത് നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ കംപ്ലയിൻസ് വരുന്നത് 2024-2025 സമയമാണ്. അപ്പം എൻ്റെ മോൻ്റെ ഹെഡ് ഇഞ്ചുറി വന്ന സമയത്തും എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടായ 2 സമയത്തും എനിക്ക് കുറച്ചൊന്ന് മാറി നിൽക്കേണ്ടി വന്നു. ആ മാറി നിൽക്കേണ്ടി വന്ന സമയങ്ങളിൽ നമ്മുടെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ കുറേ മിസ്റ്റേക്കുകൾ. അപ്പം അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അതിനെ വേഗം ശരിയാക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ ഉത്തരവാദിത്തം പൂർണ്ണമായി ഞാൻ ഏറ്റെടുക്കുന്നു. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ കൂടെ മുൻകോടസ് എപ്പോഴും ഉണ്ടാവും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ മുൻകോടസിനെ ഓർക്കുക കേട്ടോ. താങ്ക് യു. ഞാൻ 4 വട്ടം ഓർക്കും. പ്രാർത്ഥനയിലല്ല, ഞാൻ പറഞ്ഞ കൂടിപ്പോവും. അപ്പോൾ വീഴ്ച പറ്റി മാനേജ്മെന്റ്. അയ്യോ എൻ്റെ അമ്മയുടെ മരണം, മകൻ്റെ വീഴ്ച, എങ്ങനെ എന്ത്? അപ്പോൾ കേസ് ഒരാൾ കൊടുക്കുമ്പോൾ നിനക്ക് ഉടനെ നിന്റെ വീഴ്ച മാറുമോ? മുൻഗോഡസെ ഉടനെ വീഴ്ച മാറിയിട്ട് സ്പോട്ടിൽ സാധനം അയച്ചു കൊടുക്കാൻ എങ്ങനെ സാധിക്കുന്നു? എനിക്കത് മാത്രം ഒന്ന് അറിഞ്ഞാൽ മതി. അപ്പോഴുടനെ മാറും. അയ്യോ അവരെ വിളിക്കും, കസ്റ്റമർ കെയറിൽ നിന്ന് നേരെ അങ്ങോട്ട് കോളും. അതുവരെ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചാൽ ഒരു ഏർപ്പാടുമില്ല, ഒരു അറിവുമില്ല. കേസ് കൊടുത്ത് പേപ്പർ വന്നു കഴിഞ്ഞാൽ ഉടനെ വിളി അങ്ങോട്ട് പോവും. പിന്നെ ഈ പറഞ്ഞതുപോലെ സാധനം ഉടനെ അയക്കുന്നു. അവിടെ മാത്രം നിനക്ക് എന്ത് പറ്റി അനിതേ? എന്താണ്? തള്ളല്ലേ, വിഡ്ഢികളാക്കരുത് ആൾക്കാരെ. ഇതൊക്കെ കണ്ടും കൊണ്ട് അയ്യോ ചേച്ചിക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിഡ്ഢികളാകരുത് ജനങ്ങളെ. ഉള്ള കാര്യം പറയാം. ഇനി വേറൊരു വീഡിയോ ഞാൻ കൊടുക്കാം. വീഡിയോ വേറൊന്നുമില്ല, എങ്ങനെയാണ് കംപ്ലൈൻറ്റ് ചെയ്യേണ്ടതെന്ന്. ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. ഇൻസ്റ്റയിൽ വന്നിട്ട് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇത് കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരാവോ? ഞാൻ പറഞ്ഞു തരും. പിന്നെ ഞാൻ എന്തിനാ മുത്തേ, അതുലേട്ടൻ ഇല്ലേ നിങ്ങൾക്ക്? അതുലേട്ടൻ ഇല്ലാണ്ട് എന്തെങ്കിലും കളി ഇവിടെ നടക്കൂ? ഞാൻ പറഞ്ഞു തരും, വേറെ ആര് പറഞ്ഞു തന്നില്ലെങ്കിലും. കാരണം പിന്നെ എന്തിനാ ചക്കരെ ഏട്ടനിവിടെ? അതുലേട്ടാ ലാ 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 ലാ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് കേസ് കൊടുക്കേണ്ടത്. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ജോസ്മി ആട്ടോ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് കൺസ്യൂമർ കോർട്ടിൽ നമുക്ക് എങ്ങനെ ഓൺലൈനായിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടായിരുന്നു. മൂൺഗോഡസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് 30 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് 4 മാസമായിട്ടും കിട്ടിയിട്ടില്ല എന്നുള്ളത് കാരണം പറഞ്ഞു. അപ്പൊ ആ ഒരു വീഡിയോന് താഴെ
ഒരുപാട് കമന്റ്സ് വന്ന് കിടക്കുന്നുണ്ട്. കാരണം കുറേ പേജുകൾ ഇങ്ങനെ മെൻഷൻ ചെയ്ത് ഈ പേജിൽ നിന്ന് വാങ്ങിയിട്ട് ഇത്ര നാൾ കൊണ്ട് കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പൊ ഈവൻ മൂൺ ഗോഡ്സ് തന്നെയായിട്ട് 1 വർഷമായി, 6 മാസമായി, 8 മാസമായി, 9 മാസമായി, ഇതുവരെ കിട്ടിയിട്ടില്ല. ചിലർ പേയ്മെന്റ് നടത്തി, പക്ഷെ അവരുടെ നിന്ന് ഒരു റെസ്പോൺസും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു കമന്റ് ബോക്സിൽ വന്നിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ അയ്യോ പറ്റിക്കപ്പെട്ടല്ലോ എന്ന് കരുതി നോക്കിയിരിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ഈ ഒരു ഓൺലൈനായിട്ട് കൺസ്യൂമർ ഹെൽപ്പ് ലൈനിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൺസ്യൂമർ കോർട്ടിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പേജ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഫൈലിന്റെ ഫുൾ അഡ്രസ്സ് നമ്മുടെ കയ്യിലുണ്ടാവണം. അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ നമുക്ക് തന്നതോ നമ്മുടെ കയ്യിലുള്ളതോമായിട്ടുള്ള നമ്പറും ഇമെയിൽ ഐ ഡിയും നമ്മുടെ കയ്യിലുണ്ടാവണം. പിന്നെ ഓർഡർ ഐ ഡി ഉണ്ടാവുമല്ലോ, റെഫറൻസ് ഐ ഡി എന്നൊക്കെ പറയില്ല, ഓർഡർ ഐ ഡി, അത് നമ്മുടെ അടുത്ത് ഉണ്ടാവണം. അതുപോലെ തന്നെ എത്ര രൂപയാണ് നമ്മൾ പേ ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ അടുത്ത് ഉണ്ടാവേണ്ടത്. ഇത്രയും ഡീറ്റെയിൽസ് കൊണ്ട് നമുക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിപ്പം ഒരു ഓൺലൈനായിട്ട് കംപ്ലീറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ലാപ്പൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കാൻ നേരത്താണ് ഓർത്തത്, കുറെ ആൾക്കാർ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതൊന്ന് കാണിച്ചു തരണം എന്നുള്ളത്. കാരണം ഞാൻ തന്നെ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർക്കെങ്കിലും ഓൺലൈനായിട്ട് എങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് കുറെ ആൾക്കാരാണ് ചോദിച്ചായിരുന്നല്ലോ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെയായിട്ട് ഞാനിപ്പോ ഒന്ന് കാണിച്ചു തരാന്ന് വെച്ചു. ഞാനിങ്ങനെ ഫോണിൽ ഞാനിങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നത്. എത്രത്തോളം ക്ലിയർ ആയിരിക്കും എനിക്ക് അറിയത്തില്ല, പക്ഷെ എന്നാലും മനസ്സിലാകാൻ പാകത്തിനായിരിക്കും. ഏതായാലും എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ എങ്ങനെയാണ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ ആരും നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഓർഡർ ചെയ്തു, എന്നിട്ട് നിങ്ങൾക്ക് മോശം പ്രൊഡക്റ്റ് ആണ് കൈ കിട്ടിയത്, റിട്ടേൺ ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ റീഫണ്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് കൈ കിട്ടുന്നില്ല, അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ കൺസ്യൂമർ കോർട്ടിൽ നമുക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിന്റെ സൊല്യൂഷൻ മാക്സിമം നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ പൈസ പോയല്ലോ ബോഡിയൊന്നും സങ്കടപ്പെട്ടൊന്നും വീട്ടിൽ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഈ കൺസ്യൂമർ കോർട്ടിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്താൽ നമുക്ക് അതിനുള്ള പരിഹാരം കിട്ടും. കുറച്ച് ഡിലേ എടുക്കുമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ കമ്മ്യൂണിക്കേഷൻ അഡ്രസ് എന്ന് പറയുന്നത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ മേ ബി അതിന് ചിലപ്പോൾ റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. കാരണം എനിക്ക് അങ്ങനെയൊന്നും സംഭവിച്ചു, അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നമ്മുടെ അടുത്ത് പ്രോപ്പർ ആയിട്ട് അവരുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റാറ്റസ് തന്നെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് നമുക്കത് എന്തോ ഒരു വായി എന്നൊക്കെ നമുക്ക് അറിയാനും പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് കൺസ്യൂമർ കോർട്ടിൽ ഓൺലൈനായിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് ഒന്ന് നോക്കാം. ഓക്കെ, ഗൂഗിളിൽ പോയിട്ട് നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലിങ്ക് ആട്ടോ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് രജിസ്റ്റർ ഗ്രീവൻസ്, ട്രാക്ക് യുവർ ഗ്രീവൻസ്, അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് കണ്ടോ, അതിൽ രജിസ്റ്റർ ഗ്രീവൻസിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടത് അതിനകത്താണ് കേട്ടോ. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് കൺസ്യൂമർ രജിസ്ട്രേഷൻ ഫോം എന്നും പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷനും കാര്യങ്ങളും അതൊക്കെ ഫില്ല് ചെയ്യുക. ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ലോഗിൻ ചെയ്താൽ മതി. സോ നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് നമുക്ക് OTP വരും. അപ്പോൾ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക, അപ്പോൾ നമ്മുടെ OTP വരും. എൻ്റെ കൈയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഞാൻ എടുക്കുന്നതിൻ്റെ ആ ഒരു കറക്റ്റ് അല്ലാത്തതുകൊണ്ടാട്ടെ കാണുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കിയാൽ കഴിഞ്ഞാൽ നമുക്ക് സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ട് സൈറ്റ് ഇതാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ രജിസ്റ്റർ ചെയ്തിരുന്ന ഒരു കംപ്ലയിൻറ്റ് ഇതാണ്. പക്ഷേ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് കറക്റ്റ് എൻ്റെ റെസ്പോൺസ് കിട്ടിയില്ല. ഇനി ഇതും എങ്ങനെയാകും എനിക്ക് അറിയത്തില്ല. കാരണം അവർ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് അവർ ഗ്രീവൻസ് ടൈപ്പ് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗ്രീവൻസ് ക്ലാസിഫിക്കേഷൻ ഗുഡ്സ് എന്ന് കൊടുക്കുക, സ്റ്റേറ്റ് കേരള കൊടുക്കുക, ചോദിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക കേട്ടോ. നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് സിറ്റി ഏതാണോ അതവിടെ സെലക്ട് ചെയ്യുക. ഞാൻ മൂൺ കോഡ്സിനെ തെറ്റി തന്നെയാണ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ടാണ് എറണാകുളം കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇൻഡസ്ട്രി ഇ-കൊമേഴ്സ് കൊടുക്കുക, കാറ്റഗറി ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. അതിനകത്തുള്ള എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് വായിച്ചാൽ മനസ്സിലാകാവുന്നേ ഉള്ളൂ. പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ക്ലോത്തെന്നോ സൽവാറെന്നോ അല്ലെങ്കിൽ സാരിന്നോ എന്താണോ നിങ്ങളുടെ പ്രൊഡക്റ്റ്, ഇനിയിപ്പം വല്ല ജ്വൽസ് ആണോ അന്ന് പറഞ്ഞാൽ അതവിടെ കൊടുക്കുക. നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ തന്നെ കൊടുക്കുക കേട്ടോ. ഓർഡർ നമ്പർ, ഇപ്പം ഞാൻ പർച്ചേസ് ചെയ്ത ഓർഡർ നമ്പറാണ് അവിടെ കൊടുക്കുന്നത്. അതൊരു ട്രാൻസാക്ഷൻ ID, നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ള ആ ട്രാൻസാക്ഷൻ ID ആണ്. ആ ട്രാൻസാക്ഷൻ ID എന്നുള്ള ഓപ്ഷനിൽ ആ ഒരു സ്പേസിൽ നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഡേറ്റ് ഓഫ് പർച്ചേസ് വേണം, നമ്മൾ എന്നാണ് പർച്ചേസ് നടത്തിയതെന്നുള്ളതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ കൊടുക്കണം. അതിൽ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, അവരുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ IDയോ അതും കൂടെ നമ്മൾ അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഗ്രീവൻസ് ഗ്രീവൻസ് ഓർ റെഫറൻസ് നമ്പർ ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. എമൗണ്ട് പെയ്ഡ് എത്ര വെച്ചാൽ അത് കൊടുക്കുക. നേച്ചർ ഓഫ് ഗ്രീവൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴേക്ക് പോകുമ്പോഴത്തേക്കും ഡീലർ നെയിം, അവരുടെ ഫുൾ അഡ്രസ്സ് കൊടുക്കുക, ഗ്രീവൻസ് ഡീറ്റെയിൽസ് കൊടുക്കുക. നമുക്ക് എന്തൊക്കെയാണ് കംപ്ലയിൻ്റ് ഉള്ളത് വെച്ചാൽ അത് ആ ബോക്സിൽ നമ്മൾ ഫുള്ള് കൊടുക്കുക. വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ റിലേറ്റഡ് ടു യുവർ ഗ്രീവൻസ് ചോദിക്കുമ്പോൾ അത് കോമ്പൻസേഷനോ അല്ലെന്നുണ്ടെങ്കിൽ റീഫണ്ടോ റിട്ടേണോ അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ അതിനകത്ത് ആ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മൾ ഇതിനു മുമ്പ് കംപ്ലയിൻറ്റ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ ഞാൻ നോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് റീസൺ ചോദിക്കും. അത് ഹെൽപ്പ് ലൈൻ റെപ്രസെൻറ്റേറ്റീവ് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ള റീസണാണ് കൊടുത്തിരിക്കുന്നത്.
ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സബ്മിറ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ ഐഡിയോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. നമ്മൾ സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു പേജിലോട്ടാണ് നമ്മൾ പോവുക, സബ്മിറ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയി എന്നും പറഞ്ഞിട്ട്. പക്ഷേ ആ ഒരു ഡോക്കറ്റ് നമ്പർ നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിച്ച് വെക്കണം, കാരണം അത് വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു കംപ്ലൈൻറ്റിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുക കേട്ടോ. സോ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതിനുള്ള കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഇതിലും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്, നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പരാതി കൊടുക്കേണ്ടത്. എല്ലാവരും പരാതി കൊടുക്കുക, ഇതുപോലെയുള്ള ഉടായ്പകളെ ഫ്രോഡുകളെ പൂട്ടിക്കെട്ടിക്കുക. ഇതാണ് നമ്മുടെ അടുത്ത ഒരു അജണ്ടയായിട്ട് അങ്ങ് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ട് വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താക്കോൻ്റെ ബൈ. പിന്നെ ഞാൻ പറയാം, ഇനി ഓർഡർ ചെയ്യാൻ പോയി വീഴുന്നവരുടെ അടുത്ത് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല, പറ്റിക്കപ്പെടാതിരിക്കുക. അപ്പോൾ ശരി, ബൈ.